മൂല്യവിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ ഇന്ന് വലിയ പ്രതിസന്ധി നേരിട്ടുണ്ട്. ഒന്നിപ്പോൾ ഞാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മീഡിയകളുടെ പ്രശ്നം. നേരത്തെ അവിടെ തങ്ങൾ പറഞ്ഞു സമയമില്ല. ഞാൻ ഈ സമയമില്ല എന്നുള്ളതിനോട് മൊത്തത്തിലായിട്ട് യോജിക്കില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ സമയം 24 മണിക്കൂറിലേറെ ഉണ്ടാവില്ലല്ലോ. 24 മണിക്കൂർ പണ്ടുകൊണ്ടുന്നുണ്ട്. ആർക്കാണ് സമയമില്ലാത്തത്? കുട്ടിക്കാണോ അധ്യാപകനാണോ? കുട്ടിക്ക് സമയമില്ല എന്നുള്ളതിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഞാൻ പറയുന്നത് കുട്ടിക്ക് സമയമുണ്ട്, അധ്യാപകനാണ് സമയമില്ലാത്തതെന്നാണ്. എനിക്ക് സമർത്ഥിക്കാൻ ഒരുപാട് സമയം വേണ്ടി വരും. നിങ്ങളുടെ ചർച്ചയ്ക്ക് വിടാൻ ഞാൻ കുട്ടിക്ക് ഒഴിവുണ്ടാകുന്ന സമയം കുട്ടിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണം. അതിന് അധ്യാപകനെ ഇവിടെ വേണം. അവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മദ്രസയിൽ നിന്ന് സ്ഥിരമായി നിൽക്കുന്ന നോക്കണതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലായോ? മതിയാക്കാനാണ്. സ്ഥിരമായി നിൽക്കുന്ന അധ്യാപകരില്ല എന്നുള്ളതാണ് സമയപ്രശ്നം, മീഡിയയുടെ പ്രശ്നം, അതുപോലെ തന്നെ അധ്യാപകരുമായി ബന്ധപ്പെട്ട പ്രശ്നം, മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നം, രക്ഷിതാക്കളുമായി ബന്ധപ്പെട്ട പ്രശ്നം, സമൂഹത്തിൻ്റെ പ്രശ്നം. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുടെ മുമ്പിലാണ് നമ്മളുള്ളത്. ഈ പ്രശ്നങ്ങളൊക്കെ ശരിക്ക് ഐഡൻറ്റിഫൈ ചെയ്യുകയും അതിനൊക്കെ പരിഹാരം കണ്ടെത്തുകയും ചെയ്താൽ മാത്രമേ മൂല്യവിദ്യാഭ്യാസം നമുക്ക് വിജയിപ്പിക്കാൻ കഴിയുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ബറക്കത്ത് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.